പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സർവശക്തനായ യേശുവിൻ്റെ സ്നേഹം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലൊരു സ്നേഹം ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഇതുപോലെ സ്നേഹം, ഇത്രമാത്രം വലിയ സ്നേഹം. നോക്കണം, സകലത്തെ ഉണ്ടാക്കിയ ദൈവം, സകലതിനെയും വിളിച്ചു വരുത്തിയ ദൈവം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവം. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവിനെ കഴിയുന്നു. ആമേൻ, ഹല്ലേലൂയ. സ്വർഗീയ സുഖങ്ങളെ വെടിഞ്ഞു ആമേൻ താണ ഭൂമിയിൽ നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നു. ഒരു മനുഷ്യനായി, നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി കർത്താവിനെ ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഉണ്ട്. എന്താ കാരണമെന്നറിയാമോ? മനുഷ്യൻ്റെ പാപം നിമിത്തം അവനെ വീണ്ടെടുക്കണം. അവനെ എങ്ങനെയെങ്കിലും നിത്യതയെ കൊണ്ടുപോകണം. അവനെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ വാഴണം. ഇതാണ് കർത്താവിൻ്റെ ഒറ്റ ഉദ്ദേശമേ. ആമേൻ. മനുഷ്യനെ ഏദൻ തോട്ടത്തിലും അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആ ദൈവിക സ്നേഹം, ആ ദൈവിക കരുതൽ എത്ര വലുതാണ്. ആമേൻ. നോക്കണം, ഇവിടെ ഞാൻ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ മാനേജരായിരിക്കുന്ന ഒരു വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ പൊസിഷനിൽ നിന്നും ഒരു ടെക്നീഷ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായിട്ടോ ഒന്ന് തരം താഴ്ത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ആ വ്യക്തി ആ ജോലി രാജിവെച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി ആമേൻ, ഹല്ലേലൂയ, മറ്റ് കമ്പനി ഏതെങ്കിലും തേടും. കാരണം ഇരിക്കുന്നൊരു പൊസിഷനുണ്ട്, ഓരോരുത്തർക്കും ഒരു പൊസിഷനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ പൊസിഷൻ അവൻ വെടിഞ്ഞിട്ടാണ് ഈ താണപ്പോകുക. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, കുടുംബമായി ജീവിക്കുന്നവരാണ്, പല മേഖലകളിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ പൊസിഷൻ വിട്ടുകൊടുക്കുവാൻ ആർക്കും പറ്റത്തില്ല. ഇന്ന് കർത്താവ് നോക്കണം, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ പൊസിഷൻ മനുഷ്യനായി താണഭൂമി സ്വർഗീയ സുഖങ്ങളെ പിടി അവൻ താണഭൂമിയിൽ ഇറങ്ങി വന്നു. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. അല്ലെങ്കിൽ ഒരു കമ്പനി, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിയിലെ ഒരു മാനേജർ, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പറോ ടെക്നീഷ്യനോ ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി ഈ മാനേജർ എന്ന പദവി മാറ്റിവെച്ചിട്ട് അവരെ കൂടെ ജീവിപ്പാൻ, അവരെ കൂടെ നിൽപ്പാൻ, അവർ ചെയ്യുന്ന അതേ പണി ചെയ്യുവാൻ കഴിയും. ഒരു നാൾ കഴിഞ്ഞെത്തും. കാരണം അവർക്കൊരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ നിന്നും വ്യതിചലിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. എന്നാൽ സർവശക്തനായ കർത്താവ്, അതാ സ്നേഹം, അതാ സ്നേഹം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഇതുപോലെ പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എന്നെ തേടിയാണ്, എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ ഈ കാൽവരിയിൽ അവൻ എനിക്ക് വേണ്ടി യാഗമായി. എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ ഈ താണഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. കാരണം കർത്താവിനൊരു ഉദ്ദേശമുള്ളൂ, നിത്യമായ ആമേൻ സ്വർഗീയത്തിന്, ആമേൻ സ്വർഗീയ രാജ്യത്തിന് വാശികളാക്കി മാറ്റി. ഇതുപോലെ മനസ്സിലാവുന്നുണ്ട് പറയുന്നത്. ഈ ലോകവും അതിൻ്റെ മുഖങ്ങളും സകലവും നശിച്ചു. അവൻ കൂടെ നിൽക്കാവുന്ന എന്ന് പറഞ്ഞവർ നമ്മളെ തള്ളിക്കളയും. ആമേൻ, ഹല്ലേലൂയ. സഹോദരങ്ങളുടെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം തകർന്നു പോകും. സഹോദരങ്ങൾ, നമ്മളിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ നമ്മളിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ നമ്മളിൽ ഒരു കുറവ് വന്നാൽ സകലരും നമ്മളെ വിളിച്ചു. എന്തിനധികം പറയുന്നു? ആമേൻ, ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനിട്ടിട്ട്, ഭർത്താവ് ഭാര്യയിട്ടിട്ട്, കുഞ്ഞുങ്ങൾ ആമേൻ, ഹല്ലേലൂയ, മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട്, എല്ലാ ബന്ധങ്ങളും അവിടെ എത്തും. ഒരു വീഴ്ച വീണാൽ, നീ ഒരു പാപം ചെയ്താൽ, ഹല്ലേലൂയ, നീ ആമേൻ, ഹല്ലേലൂയ, നിനക്ക് ഒരു ആമേൻ വീഴ്ച വന്നാൽ നമ്മൾ ഇട്ടേച്ച് പോകുന്നവരെ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്നാൽ സർവ
സർവശക്തനായ ദൈവം അങ്ങനെയല്ല. ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന കർത്താവ് പറഞ്ഞു. ഒരു നാളും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. നീ എത്ര പാപത്തിൽ കിടന്നാലും എത്ര ചീറ്റിൽ കിടന്നാലും ഒരു നാളും നിനക്ക് തിരിച്ചു വരുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ഹല്ലേലൂയ നിന്നെ തേടിയെത്തും. കാരണം പറയും, ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഹല്ലേലൂയ. അത്ര ഭയങ്കരമായ മഹാസ്നേഹം. ആമേൻ. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. ഹല്ലേലൂയ. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം ചപ്പും ചവറും. പൗലോസ് പറയുന്നത് പോലെ ഹല്ലേലൂയ, മറ്റതെല്ലാം ചപ്പും ചവറൊന്നും എണ്ണിക്കളയും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സ്നേഹമൊക്കെ ചപ്പും ചവറും എണ്ണിക്കളയും. ദൈവത്തിൻ്റെ സ്നേഹം അതാ ഏറ്റവും വലുത്. അതുകൊണ്ട് കർത്താവ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹമില്ലെങ്കിൽ നീ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, സ്നേഹമില്ലെങ്കിൽ നീ ആമേൻ ഹല്ലേലൂയ നീ ദാനം കൊടുത്തെന്ന് പറഞ്ഞാലും, നീ അന്യഭാഷയിൽ ആരാധിച്ചെന്ന് പറഞ്ഞാലും, മറ്റുള്ളവരെ നീ എത്ര ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും, ദൈവിക സ്നേഹം നിങ്ങളിലില്ലെങ്കിൽ, എന്നിലില്ലെങ്കിൽ, അത് ചെയ്യുന്നത് മൊത്തവും വൃഥാവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പുതപ്പിലേക്ക്, ആ മാർവിലേക്ക് ചേർന്നിരിക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ സ്നേഹത്തെക്കുറിച്ചല്ല. മറ്റുള്ളവർ പറയുന്ന ആ സ്നേഹം അല്ല ഇത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ആമേൻ ഹല്ലേലൂയ നിത്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന, യുഗായുഗം ജീവിപ്പാനുള്ള, കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനുള്ള ഒരു സ്നേഹമാണ്. ഈ ഭൂമിയിലെ സ്നേഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ ഭൂമിയിലെ സ്നേഹങ്ങളൊക്കെ നമ്മളെ ഒരു വീഴ്ച വരുമ്പോൾ നമ്മളെ ആമേൻ തള്ളിക്കളഞ്ഞിട്ട് പോകും. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വിലയിരുത്തണം. ആ സ്നേഹമാണ് ഏറ്റവും, ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് സർവശക്തനായ യേശുവിൻ്റെ സ്നേഹവും സർവശക്തനായ യേശു നമ്മളെ കണ്ടതുമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ സ്നേഹത്തിലേക്ക് ഒന്ന് കയറണം. ആ കർത്താവിൻ്റെ ആ സ്നേഹം അന്വേഷിക്കണം. യേശുവിൻ്റെ സ്നേഹം. യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് എൻ്റെ കർത്താവ് വന്നത്? എന്നെ കാണാൻ, എന്നെ നിത്യമായ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഹല്ലേലൂയ, എന്നെ കാണാൻ എൻ്റെ കർത്താവായി ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. കാരണം കർത്താവിനെ നമ്മൾ ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല മക്കളെ. കാരണം അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടു, ലോകമറിയുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടു. കാരണം നമ്മുടെ മാതാപിതാക്കളെ ഉള്ളിൽ ആമേൻ ദൈവം നമ്മളെ സെറ്റ് ചെയ്തിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ സെറ്റ് ചെയ്തിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ടാണ് കർത്താവ് കാൽവരിയിൽ അവസാന മുന്നിൽ രക്തം വരിയിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. സ്വർഗീയ പദവികളെ പറ്റി, സ്വർഗീയ സൗഭാഗ്യങ്ങളെ പറ്റി നമ്മളെ തേടി വന്നൊരു ദൈവം, നമ്മളെ കരുതിയ ദൈവം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ നമ്മളെ ഉള്ളം കരത്തിൽ വഹിച്ച ദൈവം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതികൂലങ്ങൾ നേരെ വന്നപ്പോഴും അവൻ്റെ ഉള്ളം കരത്തിൽ നമ്മളെ താങ്ങി. ആ സ്നേഹത്തിൻ്റെ പുറത്ത്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് നമുക്ക് കയറി നിൽക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, ഈ സ്നേഹത്തിൽ നിന്നും മാറിപ്പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.